ദ്രോണ കോച്ചിങ് 2026 സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അന്തരീക്ഷത്തെക്കുറിച്ചാണ്, അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് ആണ്. ജിയോഗ്രഫിയിൽ വരുന്ന ഭാഗമാണ് ഇത്. അറ്റ്മോസ്ഫിയർ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം മൂലം ഭൂമിയെ ചുറ്റി നിൽക്കുന്ന വായുമണ്ഡലത്തെയാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. ഇപ്പോൾ ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുമണ്ഡലമാണ് അന്തരീക്ഷം. അന്തരീക്ഷം ഒരു പുതപ്പ് പോലെ ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്നു. അപ്പോൾ അന്തരീക്ഷം ഒരു പുതപ്പ് പോലെ ഭൂമിയെ ആവരണം ചെയ്ത് കാണപ്പെടുന്നു. ഭൂമിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന അന്തരീക്ഷ ഭാഗത്തെ ഹോമോസ്ഫിയർ എന്ന് പറയുന്നു. എന്നാൽ 90 കിലോമീറ്റർ ഉയരത്തിലുള്ള അന്തരീക്ഷ ഭാഗത്തെ ഹെറ്ററോസ്ഫിയർ എന്നാണ് പറയുന്നത്. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. എന്നാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനാണ്, 78%. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന വാതകം ഓക്സിജനാണ്, 20.95%, അതായത് 21%. രണ്ടും കൂടെ 99%. അന്തരീക്ഷത്തിൽ മുകളിലേക്ക് പോകുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങളെ എയറോസോളുകൾ എന്നാണ് പറയുന്നത്. അതുപോലെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിലുള്ള വ്യത്യാസങ്ങൾ കാണിക്കുന്ന ഗ്രാഫിനെ കീലിംഗ് കർവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കൊണ്ടുവന്നത് ചാൾസ് ഡേവിഡ് കീലിംഗ് ആണ്. ഇനി മറ്റു വാതകങ്ങൾ എന്ന് പറയുന്നത് ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോൺ, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, ഹൈഡ്രജൻ, സെനോൺ എന്നിവയാണ് മറ്റ് വാതകങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അന്തരീക്ഷം എന്താണെന്ന് പറഞ്ഞു. ഭൂമിയുടെ ആകർഷണ ബലം മൂലം ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന വായുമണ്ഡലത്തെയാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. ഭൂമിയുടെ ഒരു പുതപ്പ് പോലെ ആവരണം ചെയ്താണ് വായുമണ്ഡലം കാണപ്പെടുന്നത്. ഭൂമിയിൽ നിന്ന് കാണാവുന്ന അന്തരീക്ഷ ഭാഗത്തെ ഹോമോസ്ഫിയർ എന്ന് പറയുന്നു. അതുപോലെ 90 കിലോമീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്ന അന്തരീക്ഷ ഭാഗമാണ് ഹെറ്ററോസ്ഫിയർ എന്ന് പറയുന്നത്. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ എന്നിവ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ എന്നിവ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിന് സഹായിക്കുന്നു. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനാണ്, 78%. രണ്ടാം സ്ഥാനം ഓക്സിജനാണ്, 21%. അന്തരീക്ഷത്തിൽ മുകളിലേക്ക് പോകുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞാണ് വരുന്നത്. വാതകങ്ങളുടെ അളവ് കുറയുന്നു. എന്നാൽ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ കാണപ്പെടാറുണ്ട്. അവയെ എയറോസോളുകൾ എന്നാണ് പറയുന്നത്. അതുപോലെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിലുള്ള മാറ്റങ്ങൾ കാണിക്കുന്ന ഗ്രാഫിനെ കീലിംഗ് കർവ് എന്നാണ് പറയുന്നത്. ഇത് കൊണ്ടുവന്നത് ചാൾസ് ഡേവിഡ് കീലിംഗ് ആണ്. ഇനി മറ്റു വാതകങ്ങൾ, നൈട്രജനും ഓക്സിജനും കൂടാതെയുള്ള വാതകങ്ങൾ എന്ന് പറയുന്നത് ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോൺ, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, ഹൈഡ്രജൻ, സെനോൺ എന്നിവയാണ്. അടുത്തത് അന്തരീക്ഷത്തെക്കുറിച്ച്, അന്തരീക്ഷത്തിന്റെ ഘടനയാണ് പറയാനുള്ളത്. ഭൗമോപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന താപവ്യതിയാനങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഏറ്റക്കുറച്ചിലുകളുടെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 4 മണ്ഡലങ്ങളായി തിരിച്ചിരിക്കുന്നു. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നിവയാണ് അവ. ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നിവയാണ് അവ. ഇതിൽ ആദ്യം പഠിക്കാനുള്ളത്, നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് ആണ്. ഭൗമോപരിതലത്തോട് ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷ ഭാഗമാണ് ട്രോപ്പോസ്ഫിയർ. അപ്പോൾ ഭൗമോപരിതലത്തോട് ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷ ഭാഗത്തെ എന്തെന്ന് പറയും? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നു. ട്രോപ്പോസ്ഫിയറിൽ മുകളിലേക്ക് പോകുന്തോറും ഊഷ്മാവ് കുറഞ്ഞു വരുന്നു, അതായത് താപം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് താപം കുറയുന്നത്. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നു. എന്താണ് ക്രമമായ താപനഷ്ട നിരക്ക്? അന്തരീക്ഷത്തിൽ ട്രോപ്പോസ്ഫിയറിൽ മുകളിലേക്ക് പോകുന്തോറും ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറയുന്നു. ഇതിനെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത്. ഇനി പറയാനുള്ളത്, ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം ഏറ്റവും കൂടിയിരിക്കുന്ന കാലം എന്ന് പറയുന്നത് വേനൽക്കാലം അല്ലെങ്കിൽ ഗ്രീഷ്മകാലം ആണ്. അപ്പോൾ ഗ്രീഷ്മകാലത്താണ് ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം
കൂടിയിരിക്കുന്നത്. സമുദ്രോപരിതലത്തിൽ നിന്ന് ട്രോപ്പോസ്ഫിയറിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 15 കിലോമീറ്റർ ആണ്. 15 കിലോമീറ്റർ ആണ് ശരാശരി ഉയരം ഇതിന്റെ ട്രോപ്പോസ്ഫിയറിന്റെ. മധ്യരേഖാ പ്രദേശങ്ങളിൽ 17 കിലോമീറ്റർ വരെയും ധ്രുവ പ്രദേശങ്ങളിൽ 8 കിലോമീറ്റർ വരെയും ഇത് വ്യാപിക്കാറുണ്ട്. ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം. ഈ ട്രോപ്പോസ്ഫിയറിനെ മാനവരാശിയുടെ ഭവനം എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ട്രോപ്പോസ്ഫിയറിനെ എന്തെന്ന് അറിയപ്പെടുന്നു? മാനവരാശിയുടെ ഭവനം എന്ന് അറിയപ്പെടുന്നു. മേഘങ്ങളുടെ രൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിൽ ആണ്. ഇപ്പൊ പ്രകൃതി പ്രതിഭാസങ്ങളായ മേഘങ്ങളുടെ രൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയവയെല്ലാം ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിലെ സംക്രമണ മേഖലയെ ട്രോപ്പോപാസ് എന്ന് പറയുന്നു. അതായത് ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും തമ്മിൽ വേർതിരിയുന്ന ഭാഗമാണ് സംക്രമണ മേഖല എന്ന് പറയുന്നത്. അതിനെ ട്രോപ്പോപാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ട്രോപ്പോപാസിലൂടെയുള്ള വായു പ്രവാഹത്തെ ജെറ്റ് പ്രവാഹം എന്ന് പറയുന്നു. അപ്പോൾ ട്രോപ്പോസ്ഫിയർ ആണ് ഭൗമോപരിതലത്തോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ ഭാഗം. മുകളിലേക്ക് പോകുന്തോറും താപം കുറഞ്ഞു വരുന്നു. ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് താപം കുറയുന്നത്. അതുപോലെ ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം കൂടിയിരിക്കുന്നത് ഉഷ്ണകാലത്താണ്. സമുദ്രോപരിതലത്തിൽ നിന്ന് ശരാശരി ഉയരം ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം 15 കിലോമീറ്റർ ആണ്. മധ്യരേഖാ പ്രദേശങ്ങളിൽ 17 കിലോമീറ്റർ വരെയും ധ്രുവ പ്രദേശങ്ങളിൽ 8 കിലോമീറ്റർ വരെയും വ്യാപിക്കാറുണ്ട്. മാനവരാശിയുടെ ഭവനം എന്നാണ് ട്രോപ്പോസ്ഫിയറിനെ അറിയപ്പെടുന്നത്. പിന്നീട് മേഘങ്ങളുടെ രൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിന്റെ സംക്രമണ മേഖലയെ ട്രോപ്പോപാസ് എന്ന് പറയുന്നു. ട്രോപ്പോപാസിലൂടെയുള്ള വായു പ്രവാഹത്തെ ജെറ്റ് പ്രവാഹം എന്ന് പറയുന്നു. ഇത്രയാണ് ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.